ഇപ്പോഴും ഈ 2026 ട്രെയിനിൽ രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ നമുക്ക് പേടിയാണ്. ആര് ചെയ്താലും ഇത് പബ്ലിക്കിന് നല്ലതാണെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സേഫ്റ്റി ഇവിടെ കുറവാണ്. അത് നമ്മുടെ കോട്ടയത്ത് നിന്നല്ല, മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഈ 2026 ട്രെയിനിൽ രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ നമുക്ക് പേടിയാണ്. അപ്പം ആ തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പക്ഷെ അതത്ര സ്ട്രോങ് അല്ല ആക്ച്വലി. അതായത് നമുക്കതിനെ റിലേ ചെയ്ത് അവർ വരുമല്ലോ, അവിടെ സേഫ് ആണ് എന്ന്. പക്ഷെ ഒത്തിരി മാറ്റമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു പോസിറ്റീവ് സൈഡാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു ഇഷ്യൂ അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇവർ വരുന്നൊക്കെ ഉണ്ട്, ചെക്ക് ചെയ്യുന്നത്. ഞാൻ തന്നെ രാത്രി പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അത് പോസിറ്റീവ് സൈഡാണ്, ഞാൻ അങ്ങനെ കുറ്റമൊന്നും പറയുന്നില്ല, ഇതൊക്കെയാണ്. പക്ഷെ സ്റ്റിൽ എന്താ പറയുക, ഒരു അത്രയ്ക്ക് അങ്ങടെ ഒരു സേഫ്റ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സൊല്യൂഷൻ ഞാൻ നോക്കി വെച്ചിട്ടില്ല. പക്ഷേ ലേറ്റർ ഓൺ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ലേഡീസിൽ ഇറങ്ങി അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെ സജഷൻസ് വരികയാണെങ്കിൽ അത് നോക്കണമെന്നുണ്ട്. പിന്നെ എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മനസ്സിലുണ്ട്. കാരണം അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നേയും അതിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഇപ്പോഴും ആളുകൾ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ എന്താണ് എന്താ ഇപ്പോൾ നിവേദനം കൊടുക്കാൻ അങ്ങനെയൊക്കെ ക്യൂ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതതിൻ്റെ ആവശ്യമില്ല. ഒരാൾക്ക് വീട്ടിൽ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പറയണോ, വീട്ടിലിരുന്നിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ അതിൻ്റെ നമ്മളായിരിക്കും അത് കാണുന്നത്, ആ രീതിയിൽ ചെയ്യണം എന്നൊക്കെ എൻ്റെ ആഗ്രഹമാണ്. ഇത് ഞാൻ ഓർത്തത് പറയരുത് ഇവിടെ നിന്ന്, കാരണം ഇത് ചെയ്ത് കഴിഞ്ഞ് പറയുന്നതാണല്ലോ നല്ലത്. അപ്പം പക്ഷെ അത് ചെയ്തിട്ട് പറയുന്നതായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ ഞാൻ ഓർത്തു സാരിയില്ല, ഇനി ഞാൻ ജയിച്ചില്ല എന്ന് വിചാരിക്കാം, ഇത് ജയിക്കുന്ന പാർട്ടി കാണുന്നു എന്ന് വിചാരിക്കാം, അവർക്ക് ഇത് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ചെയ്തോട്ടെ. ആര് ചെയ്താലും ഇത് പബ്ലിക്കിന് നല്ലതാണെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനും ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് വുമൻ്റെ കേസിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഞാനത് പറയാൻ റീസൺ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ലേഡീസിനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറുക, കോർട്ടിൽ കയറുക, ഇതൊക്കെ ഭയങ്കര എന്തോ ഇപ്പോഴും ഭയങ്കര എന്തോ ഒരു നാണക്കേട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നവരാണ്. പ്രധാന കാരണം അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി അതാണ്. ഈ നാട്ടുകാരിങ്ങനെ കാണുമ്പോഴത്തേക്കും അവിടെ എന്താ കോടതിയിൽ, പോലീസ് സ്റ്റേഷനിൽ, ഏതോ അതായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ഈ പോലീസ് സ്റ്റേഷനായാലും കോർട്ടായാലും നമുക്ക് വേണ്ടി ഉള്ളതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സ്റ്റിൽ ഈ ലേഡീസിന് ഇങ്ങനൊരു കൺസേൺ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഇങ്ങനെ ഒരു കാര്യം വന്നാൽ എനിക്ക് തോന്നുന്നു അത്, കാരണം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ, ഇതിപ്പോൾ അവിടെ ശരിയാണ്. നമുക്കിപ്പോൾ ഓൺലൈൻ സൈബർ കേസസ് ഒക്കെ അല്ലെങ്കിൽ ഓൺലൈൻ കേസ് രജിസ്റ്റർ ചെയ്യാനൊക്കെ വരും. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല പറയണേ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കും, ഇപ്പോൾ നമ്മളൊരു ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടും പിന്നെ തന്നെയല്ല റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം തോന്നുന്നു എന്നുള്ള രീതിയിൽ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ പിന്നെ തന്നെയല്ല, ഇപ്പം ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാനൊരു ലേഡി കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ലേഡി MLA ആണ്. അപ്പോൾ വുമനെ സംബന്ധിച്ചൊരു പൊളിറ്റിക്സിൽ വളരെയധികം അവസരം കുറവാണെന്നുള്ളത് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും അത് ഈ ഇലക്ഷനിലും സിംബലൈസ് ചെയ്യുന്നില്ലേ അത്? കാരണം എത്ര പേരുണ്ട് ലേഡീസ് ആയിട്ട്, എനിക്കറിയില്ല, വളരെ കുറവല്ലേ. അപ്പോൾ